ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി. ഗൂഢാലോചന നടന്നുവെങ്കിൽ അക്കാര്യം അന്വേഷിക്കാൻ നിർദ്ദേശം. കേസ് നവംബർ 15 വീണ്ടും പരിഗണിക്കും. എസ് രാഗിനും ആർ അനന്തകൃഷ്ണനും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനന്തനിലേക്ക് പോവുകയാണ്. അനന്തൻ, സ്വാഭാവികമായും ഇടക്കാല റിപ്പോർട്ട് കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് അവിടെ ചെന്ന റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിനുശേഷം അടച്ചിട്ട മുറിയിൽ അവരുമായി സംസാരമുണ്ടാകുന്നു. അതിനുശേഷം ഗൂഢാലോചന അടക്കം അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കണം എന്ന് കോടതി പറയുമ്പോൾ അന്വേഷണ സംഘവും ആ വഴിക്ക് തന്നെയാണ് എന്നുള്ളതാണ്. മാധു, ഇപ്പോൾ കോടതി ഇത്തരമൊരു ഇടക്കാല ഉത്തരവ് നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണ പുരോഗതി റിപ്പോർട്ടും അതിനൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ബ്രീഫിങ്ങും കേട്ട ശേഷം ആയിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും വലിയ ഗൂഢാലോചന ഇതിലുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മൊഴി നൽകിയിരുന്നു. മാത്രമല്ല SIT നടത്തിയ തുടർ അന്വേഷണത്തിലും റിമാൻഡ് റിപ്പോർട്ടിലും ഈ ഗൂഢാലോചന ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അതിനു മുകളിൽ ഉള്ള വലിയ സ്വാധീനശേഷി ഉള്ളവരും ചേർന്നുള്ള വലിയ ഗൂഢാലോചനയിലേക്കാണ് SITയുടെ വിരലുകൾ ചൂണ്ടുന്നത്. കാരണം 2004 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്തുണ്ട്. കീഴ്ശാന്തിയുടെ സഹായിയായി അവിടെ എത്തിയിരുന്നു. അവിടുത്തെ സാഹചര്യങ്ങൾ മുഴുവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു. മാത്രമല്ല ആ കാലത്ത് ഈ ശബരിമല ശ്രീകോവിലിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ അത് സ്വർണം പൊതിഞ്ഞതാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിനൊപ്പം തന്നെ അതേ ബോധ്യമുള്ള ആൾക്കാരാണ് ദേവസ്വം ബോർഡിലെ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡും. അപ്പോൾ അവർ ആ രണ്ട് കൂട്ടരും തമ്മിൽ വലിയ തോതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസും ഒപ്പം തന്നെ SITക്കുമുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ അന്വേഷിക്കുന്ന FIRൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞാൽ മുഴുവൻ പേരും മുരാരി ബാബു തൊട്ട് 10ാമത്തെ പ്രതി വരെയും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടവരാണ്, ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ദേവസ്വം ബോർഡും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഒപ്പമുള്ള സംഘവും തമ്മിൽ ഈ സ്വർണം കടത്താൻ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വഴിയിലേക്ക് അന്വേഷണം വഴിതിരിക്കാൻ ഉള്ള ശ്രമം SIT നടത്തുന്നു. അതിനുള്ള ഒരു അനുമതി ആയിരിക്കണം ഇന്നത്തെ ഇടക്കാല റിപ്പോർട്ടിലൂടെ അന്വേഷണ സംഘം കോടതിയിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അടുത്ത സ്റ്റേജ് അന്വേഷണം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക്, മുരാരി ബാബു അടക്കമുള്ളവരിലേക്ക് എത്തുന്നു. അവരിലൂടെ അതിനു മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിലേക്ക് നീങ്ങുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ഒരു പക്ഷേ കോടതിയുടെ ഒരു ഉറപ്പും ഒരു ഉത്തരവും നേടിക്കൊണ്ട് ആ അന്വേഷണത്തിലേക്ക്, പ്രത്യേകിച്ച് രാഷ്ട്രീയ ഇടപെടലൊക്കെ വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ആ ഗൂഢാലോചന സംഭവം. അപ്പോൾ അതിലേക്ക് കടന്നു പോകുമ്പോൾ ഉറപ്പായും കോടതിയുടെ ഒരു ഇമ്മ്യൂണിറ്റി കൂടി നേടിക്കൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കണം SIT തയ്യാറായിട്ടുണ്ടാവുക. അതിന്റെ ഭാഗമായിട്ടാകണം ഇന്നത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ബ്രീഫിങ്ങും അതിനുശേഷമുള്ള കോടതിയുടെ ഇടക്കാല ഉത്തരവും. ആ കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു ഉറപ്പ് കൂടിയാകണം SIT നേടിയെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പായും അടുത്ത ദിവസങ്ങളിൽ മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഈ തട്ടിയെടുത്ത സ്വർണം അത് എവിടെ എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിനൊരു ഉത്തരം ഇതുവരെ ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ അത്തരമൊരു വിവരം ഇപ്പോഴുമില്ല. മാധു, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഗിനിലേക്ക് കൂടി പോവുകയാണ്. രാഗിൻ, അസാധാരണമായ കോടതി ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. തീർത്തും രഹസ്യാത്മകമായിട്ടാണ് SIT ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളടക്കം നടത്തിയത്. കോടതി മാത്രം അന്വേഷണ പുരോഗതി അറിഞ്ഞാൽ മതി എന്നുള്ള നിർബന്ധ ബുദ്ധി കൂടി ഉണ്ട്. ദേവസ്വം അധികൃതരെയോ അല്ലെങ്കിൽ നമുക്കറിയാവുന്നതാണ്, രണ്ടാമത്തെ FIRൽ 2019 ദേവസ്വം ബോർഡ് തന്നെയാണ്, ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് അടക്കമുള്ളവരാണ് അതിലെ പ്രതികൾ. അതുകൊണ്ട് തന്നെ കോടതി വ്യക്തമായി രഹസ്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. ആ നിർദ്ദേശത്തോടു കൂടിയാണ് അന്വേഷണം ഏൽപ്പിക്കുകയും ചെയ്തത്. ഇന്ന് കോടതിയിൽ നടന്നത് എന്തൊക്കെ? ഇന്ന് പ്രധാനമായും ഇടക്കാല റിപ്പോർട്ടാണ് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയത്. അത് SIT ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരായി ആ റിപ്പോർട്ട് കൈമാറി. ആ റിപ്പോർട്ട് കോടതി പരിശോധിച്ചു, പരിഗണിച്ചു, വിലയിരുത്തി. ഈ ഘട്ടത്തിൽ മറ്റ് അഭിഭാഷകരെ അടക്കം മാറ്റി നിർത്തിക്കൊണ്ട് നേരിട്ട് ഈ ഉദ്യോഗസ്ഥരുമായി കാര്യങ്ങൾ കോടതി സംസാരിച്ചു. മുൻപും ഇത്തരം ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇന്ന് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു നടപടിക്രമങ്ങളൊക്കെ തന്നെയും. അതിനുശേഷം കോടതി ഇത് കേട്ട ശേഷമാണ് ഒരു ഇടക്കാല ഉത്തരവ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരവും ഇപ്പോൾ ഉടൻ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ അത് അപ്ലോഡ് ചെയ്യും. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യവും അന്വേഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചതാണ് എന്നതാണ് വ്യക്തമാകുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമാണ്. 2 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു കേസിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരടക്കം വരുന്നു. മറ്റൊരു കേസിൽ, അതായത് കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ ആണ് അന്നത്തെ ബോർഡ് അടക്കം ഇതിലേക്ക് വരുന്നത്. വലിയൊരു ഗൂഢാലോചന ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി
അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും അത് കോടതിക്ക് മുന്നിലേക്കും എത്തിയിട്ടുണ്ടാകണം. അതുകൊണ്ട് ഇതിലൊരു വൈഡർ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് കാര്യങ്ങൾ പോകണം എന്നതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം ആദ്യഘട്ടത്തിൽ കേസ് പരിഗണിച്ച സമയത്ത് കോടതി ഒരു കാര്യം പറഞ്ഞിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ ബാധ്യതപ്പെട്ടത് അവർക്ക് ആകെ റിപ്പോർട്ടിംഗ് ആയിട്ടുള്ളത് ഹൈക്കോടതിയിലേക്ക് മാത്രമാണ് എന്നത്. അതിൽ നിന്ന് ഒരുപാട് മാനങ്ങൾ ആ പരാമർശത്തിൽ ഉണ്ടായിരുന്നു. ആ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോടതി ഇതിൽ ഒരു ഇന്ററിം റിപ്പോർട്ട് കോടതി തേടുന്നുണ്ട്. ആ ഇന്ററിം റിപ്പോർട്ട് ഇപ്പോൾ നൽകിയത് മാത്രമല്ല, അടുത്ത ഘട്ടത്തിൽ നവംബർ 15-നും ഇനി കേസ് വെച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലും SIT ഈ റിപ്പോർട്ട്, മറ്റൊരു റിപ്പോർട്ട്, അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകും. അതും കോടതി പരിശോധിക്കും. അങ്ങനെ ഘട്ടം ഘട്ടമായി കോടതി ഇത് പരിശോധിച്ചുകൊണ്ട് ഒരു അന്തിമ തീർപ്പിലേക്ക് പോവുകയാണ്. 6 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കണം എന്നതാണ് കോടതിയുടെ നിർദ്ദേശം. അനന്തൻ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് അറസ്റ്റിലുള്ളത്? മറ്റ് പ്രതികളിലേക്കോ അല്ലെങ്കിൽ ഇതിന് സഹായകരമായ തരത്തിൽ ഇടപാടുകൾ നടത്തിയ ആളുകളിലേക്കോ അന്വേഷണം പോകുന്നില്ല എന്നുള്ള വിമർശനം വളരെ ശക്തമായി ഉന്നയിക്കപ്പെടുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് പറയുന്നത്. അത് ഒറ്റയ്ക്ക് നടത്താൻ കഴിയില്ലല്ലോ. മാധു, ഇതിൽ 2 FIR ആണ് രജിസ്റ്റർ ചെയ്തെങ്കിലും അന്വേഷണം കാര്യമായി പുരോഗമിക്കുന്നത് ആദ്യത്തെ FIR-ലാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ 2019 എടുത്തുകൊണ്ടുപോയതും പിന്നീട് 2025 വീണ്ടും എടുത്തുകൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവം വിവരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യം നടന്നതുമായി ബന്ധപ്പെട്ട കേസാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ FIR-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞാൽ 2ാം പ്രതി മുരാരി ബാബുവാണ്. 10 വരെയുള്ള പ്രതികൾ സുധീഷ് കുമാർ, ജയശ്രീ അടക്കം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായിരുന്നവരാണ്. അപ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായിട്ടുള്ളവരിലേക്ക് അന്വേഷണം പോകാത്തത് എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. മാത്രമല്ല, സാധാരണഗതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രതിസ്ഥാനത്തുള്ള അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ലക്ഷ്യം വെക്കുന്നത് ആ വ്യക്തികൾ അവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒന്ന് ചോദ്യം ചെയ്യുക, മറ്റൊന്ന് ചോദ്യം ചെയ്താൽ വിട്ടയക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിനപ്പുറം സ്വാധീനശേഷിയുള്ള പ്രതികളാണെങ്കിൽ അവർ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കും, തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് എപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ പോകുന്നത്. പക്ഷേ ഈ കേസിൽ